പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രയാസമുണ്ടായിരിക്കും ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ. എന്നാൽ നിങ്ങൾ ചിന്തിക്കുവീൻ, അല്ലെങ്കിൽ പ്രതികരിക്കുവീൻ. ദൈവം തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് ലോകത്തിലേക്ക്, ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുവാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും എല്ലാമായിട്ടാണ്. എന്നാൽ ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നത് മുക്കിന് സഭകളുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഒരു കാര്യമുണ്ട്, ബൈബിളുണ്ട്. അതവർ തുറക്കത്തിലെന്നേ ഉള്ളൂ. എന്നാൽ ഈ സഭകളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ആര് അയച്ചു? എങ്ങനെ? ദൈവം തൻ്റെ ശിഷ്യന്മാരെയാണ് അപ്പോസ്തലന്മാരായിട്ട് ലോകം മുഴുവൻ അയച്ചത്. അതിനെക്കുറിച്ച് ബാക്കി ഞാൻ പിന്നെ പറയാം. എന്നാൽ ഈ അപ്പോസ്തലന്മാരും അവരെ അയച്ചതിനെക്കുറിച്ച് ഞാൻ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കുറിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. മർക്കോസ് 3:13 അവൻ മലയിൽ കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുക്കൽ വിളിച്ച് അവർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ തന്നോട് കൂടെ ഇരിക്കുവാനും പ്രവചിക്കേണ്ടതിന് അയക്കുവാനും 12 പേരെ നിയമിച്ചു. രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരമുള്ളവരായിരിക്കേണ്ടതിന് തന്നെ. ലൂക്കോസ് 6:12 മുതൽ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിലേക്ക് ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചു. നേരം പുലർന്നപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവർ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. ലൂക്കോസ് 9:1 മുതൽ. അവൻ തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളെ പുറത്താക്കുവാനും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവരെ പറഞ്ഞയച്ചു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും അവരെ പറഞ്ഞയച്ചു. ഇനിയും ഞാൻ പറയും, ഇത് ഇന്നത്തെ രോഗശാന്തി ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ അതിശയങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നവർക്കായി യോഹന്നാൻ 5:19 മുതൽ യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അതുപോലെ ചെയ്യുന്നു. പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇനിയും ഇന്നത്തെ സഭകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്നോടൊന്നല്ല, ഓർത്തഡോക്സ് സഭയാണല്ലോ ഏറ്റവും മുന്തിയ സഭ. ബാക്കി പെന്തിക്കോസും അവരെക്കുറിച്ച് ഞാൻ പറയാം. ഓർത്തഡോക്സ് സഭയിലെ സെറാബി വന്ന കുണം പിടിക്കാത്തവൻ ബാംഗ്ലൂർ സൂചിച്ച് ജീവിച്ചിട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അവൻ പറഞ്ഞത്, കുംഭസാരം എന്നത് അപ്പോസ്തലന്മാരിൽ നിന്നും ഞങ്ങൾക്ക് കൈമാറി കിട്ടിയതാ. ഏത് സമയത്ത് നിൻ്റെ കുടുംബത്തിലേക്കോ അതോ ഇപ്പോഴത്തെ കാതോലിക്കോ പറഞ്ഞതാ. നിങ്ങളെ ആര് എന്തേൽപ്പിച്ചു? ഏത് അപ്പോസ്തലൻ നിങ്ങളെ ഓർത്തഡോക്സ് സഭയെ ഏത് കാര്യം പറഞ്ഞേൽപ്പിച്ചു? തോമാശ്ലീഹ കേരളത്തിൽ വന്നെങ്കിൽ ആരെ എന്ത് പറഞ്ഞു ഏൽപ്പിച്ചു ഇന്നത് ചെയ്യണമെന്ന്? നിങ്ങൾ ഏതെങ്കിലും ഒരു പുരോഹിതോ എത്രയാണോ ഇന്ന് സഭയ്ക്ക് വേണ്ടി പള്ളിപിടുത്തത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന
നിങ്ങൾ ഭക്തന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ ആര് ഈ കാര്യങ്ങളെ ഈ കുംഭസാരവും മാമോദിസയും വിവാഹവും ഒക്കെ ആര് ഏത് അപ്പോസ്തലൻ നിങ്ങളെ ഏൽപ്പിച്ചു? തോമാശ്ലീഹ ഏൽപ്പിച്ചില്ല. ഉണ്ടെങ്കിൽ ഒരു കാര്യവും ബൈബിളില്ലാത്ത നിങ്ങൾ എന്നോട് പറഞ്ഞു വരരുത്. പറഞ്ഞു വന്നാൽ അതിന് ഞാൻ ശരിയായിട്ടുള്ള മറുപടി തരും. നീയൊക്കെ കൊല്ലും കുറയും, അതായത് രാഷ്ട്രീയം പോലെ തന്നെ കൊല്ലും കുറയും ചെയ്തിട്ട് സ്ഥാനമാനങ്ങൾ പിടിച്ചടക്കിയിട്ട് ഇപ്പോൾ വിശ്വാസികളെ അടിമകളാക്കാൻ ഇനിയും ഏത് വഴിയുണ്ടെന്ന് നോക്കി കൂട്ടം കൂടി യോഗം കൂടുന്നു. അല്ലെങ്കിൽ കാതോലിക്ക പറയട്ടെ, എന്തിന് പരമ്പരെ നിങ്ങൾ കൂട്ടം കൂടി? സഭ എന്ത് പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത്? നിങ്ങൾ സഭയിലെ വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യുന്നതല്ലാതെ അവരെ അടിമകളാക്കി അവരെ ഓരോ വിധത്തിൽ വിഷമിപ്പിക്കുന്നതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സുഖമായി ജീവിക്കുന്നു. കാതോലിക്കായോട് ഞാൻ ചോദിക്കട്ടെ, എടാ നീ കാനഡയിൽ പോയി $100 വെച്ച് ഓരോരുത്തരും വീതം പിടിക്കും നീ വരുന്നതിന് വേണ്ടി എന്ന് ഒരു പുരോഹിതൻ അവിടെ പറഞ്ഞു. അവൻ ആ കുപ്പായം ഇട്ടുകൊണ്ട് നിൽക്കാൻ അവിടെ യോഗ്യത ഉണ്ടായത് എങ്ങനെയാ? കേരളത്തിലെ പാവം പിടിച്ച പിള്ളേർ ബാങ്ക് ലോണും ഒക്കെ എടുത്ത് പഠിക്കാൻ പോയി ഒരു വിധത്തിൽ അവിടെ ജോലി ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ പറയുന്നത്, ഇന്ന് നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന് ഞങ്ങൾ പിടിച്ചെടുക്കും. ഏത് കാലത്ത്? എടാ മക്കളെ, നീയൊക്കെ ചിന്തിച്ചു, നിൻ്റെയൊക്കെ ആ സുഖജീവിതം പോയി. കാനഡയിലല്ല, ഒരിടത്തുമല്ല, അവിടൊക്കെ നീ വഴിനീളെ ഇരിക്കേണ്ടി വരും. നീ പറഞ്ഞ വാക്ക് വിശ്വാസികൾ തിരിച്ചു ചോദിക്കും. ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല, ലോകത്തിലെ അല്ല കേരളത്തിലെ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, അപ്പോസ്തലന്മാരാരും ഒരു പുരോഹിതന്മാരെയും ഈ ലോകത്തിലൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ദൈവം ഈ ലോകത്തിൽ വന്ന സമയം അത് കഴിഞ്ഞിട്ട് മരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ കൂടെ ഒരു പുരോഹിതമില്ലായിരുന്നു. അവർ പുറയിൽ നിന്ന് യഹൂദന്മാരെ കൊണ്ട് വിളിച്ചു പറയിക്കുകയുള്ളൂ, ഇവനെ ക്രൂശിക്കാന്ന് അവന്മാർ പറയുന്നുള്ളൂ. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കുക. ഞാൻ കൂടുതലും പറയുന്നില്ല, വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങത്തില്ല. നിങ്ങൾ ചിന്തിച്ച് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. നമ്മൾ എത്ര വലിയ കാര്യം, വലിയ ദാനധർമ്മം പള്ളിക്ക് പട്ടക്കാരനും ഒക്കെ കൊടുത്താലും ഒന്നും കാര്യമില്ല. ദൈവത്തിന് കാശിൻ്റെ കാര്യമില്ല. പള്ളിക്ക് കാശ് കൊടുത്തുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാ? അതായത് പള്ളിയുടെ മെയിൻ്റനൻസ്. പിന്നെ ഇന്നത്തെ കാലത്ത് പുരോഹിതന്മാരുടെ ചിലവും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഇന്നതല്ല. ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാർ ഉത്തരവ് പുറപ്പെടുവിക്കുക, തന്നില്ലെങ്കിൽ ഞങ്ങൾ മേടിച്ചിരിക്കും. എടാ, നിൻ്റെ ശവക്കോട്ടയിൽ നിൻ്റെ ശവക്കോട്ടയിൽ എന്നെ അടക്കാൻ വന്നില്ലെങ്കിൽ നീ എന്ത് കൊടുക്കൂടാ? ഇപ്പോൾ ഒരു ശവക്കല്ല തുറക്കണമെങ്കിൽ 6000 രൂപ കാശ് കൊടുത്ത് മേടിച്ച ശവക്കല്ലറ 1 2 3 പ്രാവശ്യം തുറക്കുമ്പോൾ ചാർജ് കൂടിക്കൊണ്ടിരിക്കും. എന്തുവാ ഇതെവിടെ കൊണ്ടുപോകാനാ?
നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണോ അല്ല പുരോഹിതന്മാരെ ദൈവത്തിൻ്റെ വേലയാണോ ചെയ്യുന്നത്? വിശ്വാസുരെ ക്രൂശിക്കുക. നിങ്ങൾ ദൈവത്തെ അന്ന് ക്രൂശിച്ചു, ഇന്ന് വിശ്വാസുരെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് നിങ്ങളുടെ അവസരം വരുന്നു. നിങ്ങൾ വഴിഞ്ഞുകളായിരിക്കേണ്ട സമയം വരുന്നു. കൂടുതൽ പറയുന്നില്ല.